ഇന്ന് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിൽ അവനില്ലാതെ ഒരു മാർബിൾ കേക്ക് തയ്യാറാക്കാം. ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ 2-3 വട്ടം അരിച്ചെടുക്കണം. പൊടികൾ നന്നായി മിക്സ് ആവാനും കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നതിനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ബോളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചത് ഒഴിക്കാം. മുട്ട നല്ലതുപോലെ പതഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. മീഡിയം മധുരമുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാവുന്നതാണ്. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷം മെൽറ്റ് ചെയ്തെടുത്ത 100 ഗ്രാം ബട്ടറും കൂടി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്യും. കേക്കിന് ആവശ്യമായ ചേരുവകളെല്ലാം റൂം ടെമ്പറേച്ചറിൽ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരിച്ചു വെച്ച പൊടി കുറേശ്ശെ ചേർത്ത് ഒരു സ്പാറ്റുലയോ സ്പൂണോ കൊണ്ട് ഇളക്കി യോജിപ്പിക്കും. പൊടി ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്താൽ കേക്കിൻ്റെ സോഫ്റ്റ്നെസ് കുറയും. ഇനിയും പാൽ അല്പാൽപമായി ചേർത്ത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുക. ഈ പരുവത്തിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 1/3 ഭാഗം മറ്റൊരു ബോളിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. സാധാരണ കൊക്കോ ഉപയോഗിക്കുന്ന കേക്കുകളിൽ ബേക്കിംഗ് സോഡ ഇടാറുണ്ട്. നമ്മൾ ഡച്ച് കൊക്കോ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കാഞ്ഞത്. ഇതിപ്പം കറക്റ്റ് പാകമായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പാല് ചേർക്കുന്നില്ല. ബാറ്റർ കുറച്ചുകൂടെ ലൂസാകണമെങ്കിൽ അതിനനുസരിച്ച് പാല് ചേർക്കാവുന്നതാണ്. ഇനി ഒരു കേക്ക് ട്രേയിലേക്ക് ബട്ടർ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇതുപോലെ ഒട്ടിക്കാം. ബട്ടർ പേപ്പർ ഒട്ടിച്ചതിന് ശേഷവും കുറച്ച് ബട്ടർ പുരട്ടണം. ആദ്യം നമുക്ക് പ്ലെയിൻ ബാറ്ററിൻ്റെ ഒരു ഭാഗം ബേസ് ലെയറായി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കൊക്കോ ചേർത്ത ബാറ്ററിൻ്റെ ഒരു ഭാഗം ഒഴിക്കും. ഇനിയും 2 ബാറ്ററുകളും മാറി മാറി തീരുന്നത് വരെ ഒഴിക്കാം. ബാറ്റർ കേക്ക് ട്രേയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് പ്രാവശ്യം ഇങ്ങനെ തട്ടിക്കൊടുക്കണം. ബാറ്റർ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എയർ ബബിൾസ് മാറാനും ബാറ്റർ നല്ലതുപോലെ പരക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്കിനൊരു മാർബിൾ പാറ്റേൺ ഉണ്ടാക്കുന്നതിനായി ബാറ്ററിൻ്റെ ഉള്ളിൽ ടൂത്ത് പിക്കോ ഈർക്കിലോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാം.
കേക്ക് ഉണ്ടാക്കുന്നതിനായി ഒരു പാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്റ്റീൽ റിങ് വെച്ച ശേഷം നമ്മുടെ കേക്ക് ട്രേ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഏകദേശം 30 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ കേക്ക് വെന്തോ എന്ന് ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കണം. 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കേക്ക് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നമ്മുടെ മാർബിൾ പാറ്റേൺ ഒക്കെ കേക്കിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റും ടേസ്റ്റിയുമായ നമ്മുടെ ചോക്ലേറ്റ് ബട്ടർ മാർബിൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.